ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥമാടത്തിനെയും സിത്താരമാമിനെയും എന്തായാലും വിളിക്കണം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ ചടങ്ങിനും ഇനി അവരും വേണ്ടേ, അല്ലേ സാറേ? ഇത് തന്നെയാ കുഴപ്പം. കൈയും മെയ്യും അനങ്ങാൻ വയ്യ എന്ന സംസാരത്തിന് മുൻപന്തി നിൽക്കുകയും വേണം. അല്ല, വേണമെങ്കിലേ കുറച്ചു കാലം ഞാൻ അമ്മയുടെ കാര്യം നോക്കിക്കോളാം. വേണ്ട മോളെ, അയ്യോ, അമ്മയ്ക്ക് കുറച്ചു നാളുകൂടി ജീവിക്കണമെന്നുണ്ട്. ആ, നവീൻ വന്നല്ലോ. അച്ഛനോടെ അമ്മ? അകത്തുണ്ട്. അമ്മ അച്ഛനൊന്ന് വിളിച്ചേ. എന്താ നിന്റെ മുഖത്തൊരു ഗൗരവം? അല്പം ഗൗരവമുള്ള കാര്യമാണ് മുത്തശ്ശി. എന്താടാ? നാളത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അച്ഛാ? നാളത്തെ ദിവസത്തിന് പ്രത്യേകിച്ച് എന്താ? തെങ്ങേറ്റക്കാരൻ വരുന്ന നാളെയല്ല, മറ്റന്നാളാ. പിന്നെ പറമ്പിൽ നിൽക്കുന്നൊരു ആഞ്ഞിലി മുറിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നുമല്ല. എന്താ നാളത്തെ പ്രത്യേകത? എനിക്കറിഞ്ഞൂടാ. എന്തു പറ്റി മോനെ? ഈ കുടുംബത്തിലെ ആർക്കെങ്കിലും അറിയോ? എനിക്കും വലിയ നിശ്ചയമൊന്നുമില്ല. നീ കാര്യം എന്താന്ന് പറ. സാധാരണ മറ്റാർക്കും ഓർമ്മയില്ലാത്ത കാര്യങ്ങള് അമ്മായിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അമ്മായിക്ക് വല്ല ധാരണയുണ്ടോ? അയ്യോ, എന്റെ പൊന്നു മോനെ, എനിക്കറിഞ്ഞൂടാ. കൊള്ളാം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം എല്ലാരും കൂടെ മറന്നു കളയാന്ന് വെച്ചാ അതൊട്ടും ശരിയായ കാര്യമല്ല. പ്രധാനപ്പെട്ട ദിവസമോ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? അച്ഛനെ കയ്യൊന്ന് കിട്ടിയ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓ, അതാ നാളത്തെ പ്രത്യേകത. അച്ഛന്റെ അമ്മയുടെ വിവാഹം നടന്ന ദിവസം. ചേടാ, നീ ഇതൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ടോ? പിന്നല്ലാതെ. അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം എന്ന് പറഞ്ഞ മക്കളെ ഓർത്തു വെക്കണ്ടേ? ഷോ, ഇതാണോ കാര്യം? ഞാൻ കരുതി കാര്യമുള്ള എന്തോ ആണ്. എന്റെ അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികം എനിക്ക് കാര്യമുള്ളത് തന്നെയാണ് അമ്മായി. അപ്പൊ മുത്തശ്ശി, നാളെ നമ്മൾ വിപുലമായിട്ട് വിവാഹ വാർഷികം ആഘോഷിക്കുന്നു. എന്തിന്? അതൊന്നും വേണ്ട മോനെ. അതെ, ഇത് മക്കളുടെ അവകാശമാണ്. എന്താ മുത്തശ്ശി? അവനങ്ങനെ ഓർത്തു വെച്ചൊരു കാര്യം ചെയ്യുവാണെങ്കില് അതിന് രണ്ടുപേരും എതിരൊന്നും പറയണ്ട. എനിക്ക് എതിരൊന്നുമില്ലമ്മേ. അവൻ എന്താ അച്ഛ ചെയ്തോട്. അതെ, ഇതിനു വേണ്ടി വലിയൊരു ചടങ്ങുണ്ടാക്കി നിന്റെ ബിസിനസ്സുകാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി എനിക്ക് വയ്യ അതൊന്നും. അതിന് പുറത്തുനിന്ന് ആരും ക്ഷണിക്കുന്നില്ല. നമ്മളെല്ലാരും കൂടി ആഘോഷിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതാവുമ്പോ ലളിതമായൊരു ചടങ്ങല്ലേ, അമ്മയ്ക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ചെറിയൊരു ഫംഗ്ഷൻ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മോന്റെ ആഗ്രഹമല്ലേ? ഫംഗ്ഷൻ ചെറുതാണേലും അല്ലേലും പുറത്തുനിന്ന് രണ്ടുപേരെ ക്ഷണിച്ചേ പറ്റൂ. അതാരാ? വൈകാതെ നമ്മുടെ വീട്ടുകാരി ആവേണ്ട ആളാ ഗാഥ മാഡം. ഗാഥ മാഡത്തിനെയും സിത്താരമാമിനെയും എന്തായാലും വിളിക്കണം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ ചടങ്ങിനും ഇനി അവരും വേണ്ടേ, അല്ലേ സാറേ? അല്ല, മാണിക്കുഞ്ഞിന് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അല്ലേ? മാണിക്കുഞ്ഞിനും മാത്രമേ താല്പര്യമുള്ളെങ്കിൽ വേണ്ട. നിനക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് നോക്കാം. അച്ഛന്റെ അമ്മയുടെ വിവാഹ വാർഷികത്തിന് വളരെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് ആയിക്കോട്ടെ.
എടാ കള്ള, സത്യത്തില് നീ ഈ വിവാഹ വാർഷികം നടത്തുന്ന തന്നെ ഗാതമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ? അയ്യോ അമ്മേ, അങ്ങനൊന്നും പറയല്ലേ. ഞാൻ സിൻസിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞ. ഉം. അല്ല അപ്പൊ ഫംഗ്ഷൻ ഉണ്ടെന്ന് ഉറപ്പിച്ചോ? ഇനി എന്താ അമ്മായിക്ക് സംശയം? അല്ല ഗാദിയും സിതാരയും വരുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? ആ ഉറപ്പ് കിട്ടിയിട്ട് വേണം എന്തൊക്കെ കുനിഷ്ട ഉണ്ടാക്കുക എന്ന് ആലോചിച്ചു തുടങ്ങാൻ. അതിനാ അയ്യോ എന്റെ അമ്മ, അതൊന്നും അല്ല. ഷോ, പോയി കുടുംബത്തെ എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റാതായിരിക്കും. ഇഷ്ടം. അപ്പൊ കാര്യങ്ങൾ നമ്മൾ ഉറപ്പിച്ചു. സിത്താര മേഡത്തിനെ അമ്മ വിളിക്കും. ഞാൻ വിളിച്ചു പറയാം. വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ സിത്താരയുടെ ഇഷ്ടം. ഏയ്, അത് പറ്റില്ല. നിർബന്ധമായിട്ട് പങ്കെടുക്കാനായിട്ട് പറയണം. സിത്താര മേമന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവർ പൊയ്ക്കോട്ടെ. പക്ഷേ ഗാഥ വന്നേ പറ്റൂ. കേട്ടല്ലോ എല്ലാരും. ഇവന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേടാ? ശരി, ഞാൻ പറഞ്ഞോളാം. പോരെ? മതി. താങ്ക്സ് അമ്മേ. ഉം. വരുമല്ലോ സാറേ പ്രിയതമ്മ. സാറേ സാറേ, നാളെ ഫംഗ്ഷന് മുമ്പേ നമുക്ക് ഈ ലോണൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ സാറേ, ആ ഗാഥാമാടത്തെ ഫോണിൽ വിളിച്ചിട്ടേ ഒരു കാര്യം പ്രത്യേകം പറയണം.